ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യയിലൊക്കെ സ്പെഷ്യലായിട്ട് വിളമ്പുന്ന ഒരു ഐറ്റമാണ് മധുര പച്ചടി. അത് പൈനാപ്പിളും പഴവും മുന്തിരിയൊക്കെ ചേർത്ത് നല്ല സ്വീറ്റായിട്ടുള്ള ഒരു പച്ചടി. അപ്പോൾ ഈ മധുര പച്ചടി അഥവാ മധുരക്കറി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു പൈനാപ്പിളിൻ്റെ പകുതി തൊലി ചെത്തി ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു കപ്പ് കറുത്ത മുന്തിരി, ഒരു നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു കപ്പ് തൈര്, ഇത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ അളന്നതാണ്, ഒരു നാളികേരം മുറി ചിരകിയെടുത്തത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു കപ്പ് വെള്ളം, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 2 വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 വറ്റൽമുളക്, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും പഴവും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഉപ്പ്, ഇതിന് വേവുന്നതിന് ആവശ്യമായ വെള്ളവും ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പൈനാപ്പിളും പഴവും വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം, പച്ചമുളക്, 2 വേപ്പില, വെളുത്തുള്ളി, കടുക്, ഇതിലേക്ക് ജീരകം കൂടി ഇടാം. അല്പം വെള്ളവും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ. ഇപ്പോൾ കുക്കറിൻ്റെ വിസിൽ 3 വന്നു കഴിഞ്ഞു, അതിൻ്റെ സ്റ്റീം കംപ്ലീറ്റ് പോയി. ഇനി നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, പൈനാപ്പിളും പഴവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു കടായി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെന്ത പൈനാപ്പിളും പഴവും കൂടെ ഉള്ളത് ഇടാം. ഇതിൽ അല്പം വെള്ളമുണ്ട്, നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒരുവിധം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ശർക്കര വേണമെങ്കിൽ ശർക്കര ഇടാം കേട്ടോ. പഴത്തിനും പൈനാപ്പിളിനും നല്ല മധുരമുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യം വരണില്ല. പക്ഷെ നമ്മളിത് വെക്കുന്നത് ഒരു മധുരമുള്ളൊരു കറിയാണല്ലോ, അപ്പോൾ നമുക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ അരപ്പ് ഒരു 2 മിനിറ്റ് നമ്മൾ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പും മധുരവും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്, മധുരം കറക്റ്റാണ്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈരിട്ടിരിക്കുന്നതുകൊണ്ട് ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അരപ്പൊക്കെ നമ്മുടെ നന്നായി തിളച്ചൊക്കെ വന്നതാണല്ലോ. ഇനി തൈരിട്ടതിന് ശേഷം 1 മിനിറ്റ് ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അത് നല്ലപോലെ കഴുകി തുടച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ പൈനാപ്പിൾ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.